ഹലോ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്റർവ്യൂവിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് സൈലത്തിലെ എഡിറ്റേഴ്സിൽ ഒരാളുണ്ട്. അപ്പോൾ ആളോട് എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾ കേട്ടിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, പേര് പറയാമോ? പേര് മിഥുൻ. മിഥുൻ, എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. മിഥുൻ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എങ്ങനെ പോകണം എന്നായിരിക്കും വിചാരിക്കാം? ഇന്റർവ്യൂവിന് സാധാരണ പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകും. പിന്നെ ഫയൽസിന്റെ കാര്യമാണെങ്കിൽ ഫയൽ എടുത്തിട്ട് പോകും. വെൽ ഡ്രസ്ഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് ഷർട്ട്സ് എല്ലാം അയൺ ചെയ്ത്. ഈ മുടി ഇങ്ങനെ വെച്ചിട്ട് പോയാ ഇന്റർവ്യൂ നല്ലതായിരിക്കോ? ഇല്ല, നോ ഒഫൻസ് ടു എനിബഡി. ഞാൻ അങ്ങനെ ഒഫൻഡീവ് ആയിട്ട് ചോദിച്ചത്. അല്ലാണ്ട് തന്നെ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ ഇടുമ്പോൾ അവരെങ്ങനെയും കാണാൻ. അപ്പൊ നീയാണ് ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരാൾ കയറിയുന്ന ഹൗ വിൽ യു റിയാക്ട്? അല്ല, ഇപ്പോ ഓരോ ജോലിക്കും അതിന്റേതായ ഒരു ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിക്ക് ഇപ്പൊ എന്റെ ഈ ഹെയർ സ്റ്റൈൽ ഒട്ടും മാച്ചല്ല, അങ്ങനെയല്ല. അപ്പൊ ഇവിടത്തെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടത്തെ ഇന്റർവ്യൂവിൽ അങ്ങനെ നോക്കാറില്ല. വീഡിയോ എടുത്തത് ഇവിടെ സ്കിൽസ് ആണ് മെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. വളരെ ചെറിയൊരു ചോദ്യം അവരിലേക്ക് ഒരു കാര്യം എത്തിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ മിഥുൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മിഥുൻ ആക്ച്വലി നല്ലൊരു ഹെയർ സ്റ്റൈൽ ആണ് ഉള്ളത്. ആൻഡ് മിഥുൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, സ്കിൽസ് ആണ് മിഥുൻ്റെ ഇന്റർവ്യൂവിൽ കൂടുതലായിട്ടും പ്രയോറിറ്റൈസ് ചെയ്തത്. സോ ഓരോ ജോലിക്കും ഉണ്ടാവുന്ന ഇന്റർവ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ പ്രിലിംസും മെയിൻസും കഴിഞ്ഞാൽ ഇന്റർവ്യൂവിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്തുകൊണ്ട് മിഥുനെ ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിഥുനെ കാണുന്ന സമയത്ത് വി വർ ഹാവിങ് എ കോൺവെർസേഷൻ അബൌട്ട് ഇന്റർവ്യൂസ്. ആൻഡ് ആ ഒരു പോയിന്റിൽ മിഥുൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഡ്രസ് വെൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിന് പോയാലും ഡ്രസ്സ് ചെയ്യുന്നത് ഭയങ്കര നല്ല രീതിക്കായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു മെയിൽ ആവാം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആവാം. മെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറബിളി നിങ്ങൾ ചെയ്യേണ്ടത് ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സിങ് തന്നെയാണ്. അതായത് നല്ലൊരു ഷർട്ട്, അത് ടക്കിൻ ചെയ്യുക, നല്ലൊരു ട്രൗസേഴ്സ് എടുക്കുക, അതും ഡാർക്ക് ട്രൗസേഴ്സും ഒരു ലൈറ്റ് കളേർഡ് ഷർട്ടും ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ക്ലീൻ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഷൂസ് വെക്കുക, ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. എസ്പെഷ്യലി ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വെൽ ട്രിംഡ് ഫേസ് ആൻഡ് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തൊരു ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു സാരി അല്ലെങ്കിൽ ഒരു സൽവാർ സ്യൂട്ട്, അതും ലൈറ്റ് കളേർഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെവി ആക്സസറീസ് ഒന്നും ചെയ്യാതിരിക്കുക. ആൻഡ് ടു മച്ച് മേക്കപ്പ് അങ്ങനെ ഒന്നും വേണ്ട. ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യുക, ലൈറ്റ് ആയിട്ട് തന്നെ ഡ്രസ്സ് ചെയ്യുക. കളേഴ്സ് നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കീപ് എ വെരി ക്ലീൻ ഹെയർ സ്റ്റൈൽ. ഒരുപാട് പാറി പറന്ന് കിടക്കുന്ന രീതിയിൽ മുടി വെക്കാതിരിക്കുക. കാരണം അത് നമ്മൾ ലേസിയാണ്, നമ്മൾ കുറച്ച് മടിയുള്ളവരാണെന്നൊരു ചിത്രം അവർക്ക് കൊടുക്കും. സോ നമ്മുടെ ഡ്രസ്സിങ് ഒരുപാട് മാറ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തെത്തി. ഒരു 20-30 മിനിറ്റോ മുന്നേ തന്നെ ഇന്റർവ്യൂ സ്ഥലത്തെത്താൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു പീസ്ഫുൾ മോഡിലേക്ക് കൊണ്ടുവരാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് അതുപോലെ തന്നെ മിഥുൻ പറഞ്ഞ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഡോക്യുമെന്റ്സ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം, ഇപ്പോൾ ഇന്റർവ്യൂ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും കറക്റ്റായിട്ട് ഓർഡറായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ ഇന്റർവ്യൂവിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട്, വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ, ഒരു ഹാപ്പി ഫേസോടെ തന്നെ എൻ്റർ ചെയ്യുക. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ഹിഹിന്ന് ചിരിച്ചോണ്ട് കയറിയാൽ മതിയോന്ന്. അങ്ങനെയല്ല, ഒരു ലൈറ്റ് സ്മൈൽ വെച്ച് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളെ കാണുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് താങ്കൾ എന്നുള്ളത് ഇന്റർവ്യൂവിന് മനസ്സിലാക്കാൻ സാധിക്കണം. ജസ്റ്റ് ബൈ സീയിങ് യു ഇറ്റ് സെൽഫ് ദേ ഷുഡ് ഫീൽ ലൈക്ക് യു ആർ റെഡി ഫോർ ദിസ്. നിങ്ങൾ നെർവസ് ആണ്, നിങ്ങൾ കുറച്ച് ആങ്ഷ്യസ് ആണെന്നൊരു മൊമെന്റ് പോലും അവർക്ക് തോന്നാൻ പാടില്ല. ദെൻ വന്ന് അവിടെ നേരെ അവരുടെ ഫ്രണ്ടിൽ അവർക്ക് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഡോണ്ട് കീപ് യുവർ ലെഗ്സ്, അതായത് നിങ്ങളുടെ കാലുകൾ നിങ്ങൾ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാല് വെക്കുക, കാലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കീപ് യുവർ ലെഗ്സ് സ്ട്രെയിറ്റ് ആൻഡ് കീപ് യുവർ ഹാൻഡ്സ് എബോവ് യുവർ ലാപ്പ്. നിങ്ങളുടെ മടിയിൽ നിങ്ങളുടെ കൈ വയ്ക്കാം. ഇതിന് 2 റീസൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ കാലിങ്ങനെ അനക്കാൻ ചാൻസ് ഉണ്ട്. അതായത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. ദേ ട്രൈ ടു ഡു ദിസ് ബിക്കോസ് ദേ ആർ വെരി നെർവസ്. അവർ നെർവസ് ആകുമ്പോഴാണ് അവർ അറിയാണ്ട് ഇങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 കൈകളും നമ്മുടെ ലാപ്പിലാണെങ്കിൽ നമുക്കത് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ നെർവസ്നെസ്സിന് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. പ്ലസ് അതുപോലെ തന്നെ ഇതൊരു നീറ്റ് ലുക്കാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾ ചിരിക്കാൻ വേണ്ടില്ലെങ്കിൽ കാര്യം പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, ഇതൊന്നും ഇങ്ങനെ ഇന്റർവ്യൂവിന് ഇരിക്കുക, ഇതൊന്നുമല്ല ശരിക്കും ഇന്റർവ്യൂവിന് ഇരിക്കേണ്ട രീതികൾ. എപ്പോഴും നമ്മൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നിവർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ശ്വാസം പിടിച്ചിരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ആൻഡ് നോർമലി നിങ്ങളൊരു ബ്രെത്ത് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി ഏത് പോസ്ചറിലാണോ ആ പോസ്ചറിൽ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആൻഡ് അതേ പോസ്ചറിൽ ഇരുന്ന് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളോട് അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ മറുപടി പറയാനും ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ
നീ എന്ത് വേണം ചോദിക്കും, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെയല്ല, യു ഷുഡ് നോഡ് എ ബിറ്റ്. തല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അനക്കാം. ഓക്കെ, അതായത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി തല ഇങ്ങനെ നോഡ് ചെയ്യരുത്. ജസ്റ്റ് ചെറുതായിട്ട് തല നോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ പറയുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ ആക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും കോൺവെർസേഷൻ കണ്ടോ, ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ കൈ വരുന്നത് കണ്ടോ, ഇങ്ങനെയുള്ള പല ആംഗ്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. നമ്മൾ എങ്ങനെയാണോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം, ഒരിക്കലും കൈ ചൂണ്ടി ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുക. അത് ഭയങ്കര ഒഫൻസീവായിട്ട് ഫീൽ ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ നിവർത്തിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് വെച്ച് സംസാരിക്കാം. അല്ലാതെ നിങ്ങൾ കൈ നിങ്ങളുടെ കാതിൽ പിടിക്കുകയോ മൂക്കിൽ പിടിക്കുകയോ മുടി ശരിയാക്കുകയോ മാലയും കമ്മലും ഒക്കെ ശരിയാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ആൻഡ് ഡോണ്ട് ടച്ച് യുവർ വാച്ച് ഓർ ലൈക്ക് നഖം ഇങ്ങനെ ആക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ ഇരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ മുന്നിലാണ്. സോ നിങ്ങൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് മാനറിൽ ഇരുന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളെ ആസ് എ പേഴ്സൺ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പറയുന്ന എന്തൊരു കാര്യവും വളരെ പോസിറ്റീവായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ മറക്കണ്ട, ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക്സും ഒരുപാട് ഫൗണ്ടേഷനും അതൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോവുക. ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുക, ഇറ്റ്സ് ഫൈൻ. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, നല്ലൊരു ചെറിയ ചിരി വെക്കുക, നന്നായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുക, നല്ല പ്രോപ്പറായിട്ട് പോവുക. ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് നെർവസ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ത്രോട്ട് ഡ്രൈ ആയി പോകുന്നുള്ള ഫീലിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. ആൻഡ് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്നൊരു കണ്ടീഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ബി ഓണസ്റ്റ്. നിങ്ങൾക്ക് സത്യസന്ധമായി തന്നെ പറയാം, എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, പാരൻ മീ, ഐ വോണ്ട് യു ടു റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ വൺസ് മോർ, ഐ ഡിഡൻറ്റ് ഹേർഡ് യു റൈറ്റ്, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് ഓണസ്റ്റ് ആയിട്ട് പറയാം. ഗസ് ചെയ്ത് ഇല്ലാത്തൊരു ഉത്തരം കറക്റ്റാക്കി ഉണ്ടാക്കി പറയാൻ ശ്രമിക്കരുത്. അത് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും. സോ അറിയുന്നത് മാത്രം പറയാം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ്.